ഇന്നത്തെ റെസിപ്പി ക്രീമി ചിക്കൻ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. നമ്മൾ വെള്ളം ബോയിൽ ചെയ്യാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് സാൾട്ടും ഏതെങ്കിലും ഒരു റിഫൈൻ ഓയിൽ 1 ടേബിൾ സ്പൂണും പിന്നെ ആവശ്യത്തിനുള്ള പാസ്തയും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത് പെട്ടെന്ന് തന്നെ ബോയിലായി കുക്കായിക്കോളും. ഇതിൻ്റെ വേവ് അറിയാനായിട്ട് അതിൽ നിന്നൊരു പാസ്ത എടുത്ത് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടി വരുവാണെന്നുണ്ടെങ്കിൽ അത് കുക്കായെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അതിനുശേഷം നമുക്ക് ആ പാസ്ത ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തതിന് ശേഷം ഉപ്പും പെപ്പർ പൗഡറും ഒറിഗാനോയും കുറച്ച് സോയാ സോസും കുറച്ച് വിനീഗറും ഇട്ട് അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എത്രത്തോളം ടൈം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ അത്രയ്ക്ക് ടൈമില്ല, ആദ്യം സ്കൂൾ വിട്ട് വരാൻ ടൈമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ പാസ്തയ്ക്ക് മക്രോണി എന്നും പറയാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ക്രീമി സോസ് പാസ്തയൊക്കെ കഴിക്കുന്നത്. ഞാൻ സ്പൈസി പാസ്ത കഴിച്ചിട്ടുണ്ടെങ്കിലും ക്രീമി ആയിട്ടുള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നതായിരിക്കും. ഇതെന്തായാലും ചിക്കൻ ഫ്രൈ ആയി നമ്മളതൊന്ന് മാറ്റി വെച്ചു. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ആ ബട്ടറിൽ തന്നെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കുറച്ച് പാല് ചേർത്തിട്ട് സോസാക്കി എടുക്കുന്നത് കേട്ടോ. അതെനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അത്യാവശ്യം കട്ട കെട്ടാണ്ട് ഇളക്കി എടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയായിട്ട് എനിക്കിത് മാത്രമേ തോന്നിയുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ വൈറ്റ് സോസ് പാസ്ത അവിടെ റെഡി ആവുന്നുണ്ട്. പാല് കുറേശ്ശെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് പെപ്പർ പൗഡറും ഉപ്പും നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിന് ആവശ്യമായിട്ടാണ് ചേർക്കേണ്ടുള്ളത്. നമ്മൾ കുറച്ചധികം കുരുമുളക് ചേർക്കുന്നുണ്ട്, കാര്യം ഞാനും കൂടി കഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് അതിലേക്ക് തന്നെ പാസ്തയും ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും നമ്മൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ചീസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണ് ചീസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. മൊസറല്ലയാണുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ ചീസൊക്കെ മെൽറ്റായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഒറിഗാനോയും പെപ്പർ പൗഡറും അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും ഞാൻ കഴിച്ചിട്ട് എൻ്റെ സിൻസിയറായിട്ടുള്ള ഒപ്പീനിയനാണ് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതിക്കും അഫ്കോഴ്സ് ഇഷ്ടപ്പെടുമല്ലോ. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒപ്പീനിയൻ പറയണേ.